ആകാശപാത കൊണ്ട് എന്നാ പ്രയോജനം? 10 വർഷമായി ഈ ആകാശപാത ഇവിടെ ഇതുപോലെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ കോട്ടയത്ത് എന്താ വികസനം ഉണ്ടായിട്ടുള്ളത്? കാല് വയ്യാത്തതാ, എങ്ങനെ കയറും? ഒരു രക്ഷയില്ല കയറാനൊന്നും. ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, മുകളിലൊരു കണ്ണും കൂടി ഉണ്ടായിരിക്കണം. ചേട്ടാ, രണ്ട് വശത്തുനിന്നും വാഹനമുണ്ടോ എന്ന് നോക്കിയാൽ മറുകരയിലെത്താൻ പറ്റുമോ? ഇല്ലില്ല, ആകാശത്ത് നോക്കണം. ഈ ആകാശത്ത് എപ്പം പൊളിഞ്ഞു പോണെന്ന് ചോദിച്ചാൽ മതി. നാടിന് ആപത്താണ്, ശാപമാണ്. കൂടി നടന്നില്ലാൽ ഒളിന്നും വീഴും സാധനം. ഈ മിസൈൽ വരുന്ന പോലെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ നമ്മൾ സ്ഥലവും അല്ലേ വലിയ നമ്മൾ ഈ വലിയ ബോംബ് വന്ന് വീഴുന്ന പോലെ സംഗതി വീണ് നമ്മൾ മരിച്ചു വന്നതുള്ളൂ. കാലങ്ങളായി ഈ ആകാശപാതയ്ക്ക് കീഴിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ചേട്ടന്മാരാണ് ഇപ്പോൾ നമുക്കൊക്കെ ഉള്ളത്. ചേട്ടന്മാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, ഒരുപാട് വർഷമായി ഇപ്പം ഈ ആകാശപാത നിൽക്കാനുണ്ട്. 10 വർഷമായി ഈ ആകാശപാത ഇവിടെ ഇതുപോലെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ട്രാഫിക് സ്ഥലമാണ് ഇവിടെ ഇതുപോലെ ഈ ആകാശപാത ഇവിടെ വന്നതിൻ്റെ ശേഷം ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്ത് പോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. താഴെ വീഴുമെന്നുള്ള ഭയമുണ്ട്. താഴെ വീഴുമെന്നുള്ളതിന് ഉറപ്പല്ലേ? ഇതിപ്പോൾ 10 വർഷം മേളിൽ കഴിഞ്ഞില്ലേ? ഇതിനിപ്പോൾ എത്ര കോടി രൂപ ചിലവാക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ പലിശ പോലും കിട്ടുന്നുണ്ടോ ഗവൺമെൻറ്റിന്? ഇത് എന്തുമാത്രം തുക മുടക്കിയാണ് ഇതെല്ലാം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ കോട്ടയത്ത് എന്താ വികസനം ഉണ്ടായിട്ടുള്ളത്? ചേട്ടൻ എന്നാ പറയാനുള്ളത്? കോട്ടയത്തൊരു ബാത്റൂം ഉണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. വെളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നാൽ ഇവിടെ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഒരു ബാത്റൂം കോട്ടയത്തില്ല. അപ്പോൾ ഇവിടെ ആകാശപാത ഉണ്ടെന്ന്. ആകാശപാത കൊണ്ട് എന്നാ പ്രയോജനം? ആകാശപാതയുടെ മുകളിൽ കയറുന്ന മൂത്രം ഒഴിക്കാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കാല് വയ്യാത്തതാ, എങ്ങനെ കയറും? ഒരു രക്ഷയില്ല കയറാനൊന്നും. അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നത്, നമ്മളിങ്ങനെ അപ്പുറവും ഇപ്പുറവും കടന്നും പോകണം. ഒരു അനാവശ്യമായ വികസന പദ്ധതിയായിരുന്നു തോന്നുന്നുണ്ട്. അതെ, ആവശ്യമില്ലാതെ പൈസ കളയണമല്ലോ. അതിൻ്റെ ഒരു ഫലമുണ്ടോ? എങ്കിലും വേണ്ടൂലേ ഇത്. കോട്ടയംകാരായ ആരോട് ചോദിച്ചാലും ആകാശപാതയെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.